ഇന്ത്യൻ മധ്യനിരയിലെ വിശ്വസ്തനായ യുവതാരം തിലക് വർമ്മയുടെ പരുക്ക് ഇന്ത്യൻ ടീമിന് കനത്ത തിരിച്ചടിയാകുന്നു. രാജ്കോട്ടിൽ വിജയ് ഹസാരെ ട്രോഫി മത്സരങ്ങൾക്കിടെയാണ് താരത്തിന് അപ്രതീക്ഷിതമായി പരിക്കേറ്റത്. കടുത്ത അടിവേർ വേദനയെ തുടർന്ന് നടത്തിയ സ്കാനിംഗിൽ ടെസ്റ്റിക്കുലാർ ടോർഷൻ എന്ന അവസ്ഥയാണെന്ന് കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ജനുവരി 21-ന് നാഗ്പൂരിൽ ആരംഭിക്കുന്ന ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര തിലകിന് പൂർണ്ണമായും നഷ്ടമാകുമെന്ന് BCCI വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞ് മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്താൻ ചുരുങ്ങിയത് 3 ആഴ്ചയെങ്കിലും വിശ്രമം ആവശ്യമാണ്. ഇതോടെ ഫെബ്രുവരി 7-ന് മുംബൈയിൽ ആരംഭിക്കുന്ന T20 ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിലും തിലകിന് കളിക്കാനാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ലോകകപ്പിൽ അമേരിക്കക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായകമായ പാകിസ്ഥാൻ മത്സരത്തിന് മുൻപ് താരം പൂർണ്ണ കായികക്ഷമത കൈവരിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. തിലകിന്റെ അഭാവത്തിൽ ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ പകരക്കാരനായി ആരെത്തുമെന്ന ചർച്ചകൾ സജീവമാണ്. ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ശുഭ്മാൻ ഗിൽ പകരക്കാരനാകില്ലെന്നാണ് സൂചന. സീനിയർ താരമായ ശ്രേയസ് അയ്യർ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്കായി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ശ്രേയസ് അയ്യർ പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിനെതിരെ 53 പന്തിൽ 82 റൺസ് നേടിയ ശ്രേയസ് തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിലകിന് പകരക്കാരനായി BCCI സെലക്ടർമാർ ശ്രേയസിനെ പരിഗണിക്കാൻ സാധ്യതയേറെയാണ്. തിലക് വർമ്മയുടെ പരുക്ക് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് കോമ്പിനേഷനെ ബാധിക്കും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി 3-ാം നമ്പറിലും 4-ാം നമ്പറിലും മികച്ച പ്രകടനം നടത്തുന്ന താരമായിരുന്നു തിലക്. ഇടാം കയ്യൻ ബാറ്റർ എന്ന നിലയിൽ തിലകിന്റെ സാന്നിധ്യം ടീമിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. T20 ലോകകപ്പിലെ ട്രൂപ്പ് ഘട്ട മത്സരങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം ഫെബ്രുവരി 12-ന് നമീബിയയുമായും ഫെബ്രുവരി 15-ന് പാകിസ്ഥാനുമായും ഇന്ത്യ ഏറ്റുമുട്ടും. ഫെബ്രുവരി 18-ന് നെതർലൻഡ്സിന് എതിരായാണ് അവസാന ഗ്രൂപ്പ് മത്സരം. തിലക് ലോകകപ്പിന് മുൻപ് ഫിറ്റ്നസ് തെളിയിച്ചില്ലെങ്കിൽ ടീമിൽ വലിയ മാറ്റങ്ങൾ വേണ്ടിവരും. BCCI സെന്റർ ഓഫ് എക്സലൻസിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ തിലക് വർമ്മ. ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്നും താരം സുഖം പ്രാപിച്ചു വരികയാണെന്നും BCCI ഒഫീഷ്യൽ വ്യക്തമാക്കി. തിലകിന് പകരക്കാരനെ കണ്ടെത്തുന്നതിനൊപ്പം ലോകകപ്പ് ടീമിലെ മാറ്റങ്ങളെ കുറിച്ചും സെലക്ടർമാർ ഉടൻ തീരുമാനമെടുക്കും. ന്യൂസിലൻഡ് പരമ്പരയിലെ പ്രകടനം വിലയിരുത്തിയാകും ലോകകപ്പിലെ ബാറ്റിംഗ് ഓർഡർ നിശ്ചയിക്കുക. ശ്രേയസ് അയ്യർക്കൊപ്പം ഋതുരാജ് ഗെയ്ക്വാദ, സഞ്ജു സാംസൺ തുടങ്ങിയ താരങ്ങളും അവസരത്തിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ മധ്യനിരയിൽ തിലകിന് പകരമായി ഒരു വിശ്വസ്തനായ താരത്തെ കണ്ടെത്തുക എന്നത് സെലക്ടർമാർക്ക് വെല്ലുവിളിയാണ്. പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് തിലകിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർഭാഗ്യമാണ്. മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഈ പരിക്ക് താരത്തിന്റെ ലോകകപ്പ് സ്വപ്നങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ തിലകിന്റെ തിരിച്ചുവരവിൽ നിർണായകമാണ്. ഫെബ്രുവരി ആദ്യവാരം നടക്കുന്ന ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ ലോകകപ്പ് സ്ക്വാഡിൽ തുടരാൻ താരത്തിന് സാധിക്കൂ. സ്കാനിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം തിലകിന്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണെങ്കിലും ഗ്രൗണ്ടിൽ ഓടാനും ബാറ്റ് ചെയ്യാനുമുള്ള കായികക്ഷമത വീണ്ടെടുക്കാൻ സമയം വേണമെന്ന് സ്പോർട്സ് മെഡിക്കൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിലും തുടർന്നുള്ളവ റായ്പൂർ, ഗുവാഹത്തി, വിശാഖപട്ടണം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലുമായാണ് നടക്കുന്നത്. ഈ പരമ്പര ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ അവസാനവട്ട ഒരുക്കമാണ്. തിലക് വർമ്മയുടെ വിയോഗം IPL-ലെ മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട്. IPL തുടങ്ങാൻ മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും താരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് ടീമിന് അത്യാവശ്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ തിലകിന്റെ വേഗത്തിലുള്ള തിരിച്ചുവരവിനായി പ്രാർത്ഥനയിലാണ്. ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ സുപ്രധാനമായ ഒരു ടൂർണമെന്റിന് തൊട്ടു മുൻപ് പരിക്കേൽക്കുന്നത് മാനസികമായും വെല്ലുവിളിയാണ്. ശ്രേയസ് അയ്യർ T20 ടീമിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവാകും. ഏകദിന ടീമിൽ വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയ ശ്രേയസിന് T20-യിലും തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഇതൊരു സുവർണ അവസരമാണ്. BCCI മെഡിക്കൽ ടീം ഉടൻ തന്നെ തിലകിന്റെ റിക്കവറി സംബന്ധിച്ച ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കും. ഇതിനുശേഷമേ ലോകകപ്പിലെ പകരക്കാരെ കുറിച്ച് അന്തിമ തീരുമാനമുണ്ടാകൂ. ഏതായാലും ന്യൂസിലൻഡ് പരമ്പരയിലെ തിലകിന്റെ അഭാവം യുവതാരങ്ങൾക്ക് തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള മറ്റൊരു വാതിൽ തുറന്നിടുകയാണ്.